നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ജൂൺ 19, 20 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂൺ 18 വൈകിട്ട് 6:35 PM മുതൽ ജൂൺ 20 രാത്രി 9:45 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ എല്ലാ ദിവസവും നിങ്ങൾ ബോറടിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കണം. ദക്ഷിണ കൊടുത്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും 1-2% ഫലപ്രാപ്തി കുറയും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഞങ്ങൾ ദക്ഷിണ പണമായിട്ട് ചോദിക്കുന്നില്ല, പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് മേടം രാശി നോക്കാം. അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ചന്ദ്രനും ശനിയും ഇവിടെ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ കഴിവതും മാറ്റിവെക്കുക, മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. ശനി പ്രതികൂലമാണ്, 7 ശനിയാണ്. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇവിടെ ഇവർക്ക് 4 ഗ്രഹങ്ങൾ അനുകൂലമാണ്. അതിൽ പ്രധാനം സൂര്യൻ തന്നെയാണ്. സൂര്യൻ ഈ മിഥുനമാസം മുഴുവൻ അനുകൂലമാണ് ഇവർക്ക്. അപ്പോൾ തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും. അതുപോലെ തന്നെ സന്താന നേട്ടം, പിതൃഗുണം ഇവയൊക്കെ അനുഭവപ്പെടും. പിന്നെ രാഹുവും ശുക്രനും അനുകൂലമാണ്. രാഹു 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ പൂർവികരുടെ അനുഗ്രഹം മാത്രമല്ല, പൂർവിക സ്വത്തിൽ നിന്ന് വരുമാനം ലഭിക്കും. റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ കൃഷി തുടങ്ങിയവയിൽ നിന്നുള്ള ആദായം ലഭിക്കും. പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. എങ്കിലും പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ദിവസങ്ങളാണ്. ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരമാവധി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവിടെ ചൊവ്വ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ചൊവ്വാഴ്ച ഇവർ നിർബന്ധമായിട്ടും മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 5 ഗ്രഹങ്ങൾ, പ്രധാനമായിട്ടും ശനി, വ്യാഴം തുടങ്ങിയൊക്കെ അനുകൂലമാണ്. ബുധൻ, ചന്ദ്രൻ, ശുക്രൻ ഇവയൊക്കെ അനുകൂലമാണ്. അപ്പോൾ വ്യാഴവും ശുക്രനും അനുകൂലമായതിനാൽ ബന്ധങ്ങൾ സുദൃഢമാവും, ഊഷ്മളമാവും. പുതിയ സുഹൃത്തുക്കളെ കിട്ടാം, അതുവഴി നേട്ടങ്ങളുണ്ടാവും ഭാവിയിലായാലും. അതുപോലെ സർവകാര്യ വിജയം. ശനി അനുകൂലമായിട്ട് നിൽക്കുകയാണ്, 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത്. ചന്ദ്രനും 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. പൊതുവെ ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർ ഏർപ്പെടുന്ന ഏത് ഒരു രംഗത്തും ഇവർക്ക് വിജയപ്രതീക്ഷ ഉള്ളതാണ്. അതുപോലെ തന്നെ ദൈവാധീനം പരമാവധി കൊണ്ട് ധനവരവ് കൂടിയിരിക്കും. 2ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, അപ്പോൾ ധനസ്ഥാനത്ത്. അപ്പോൾ ധനവരവുണ്ടാവും. അതുപോലെ തന്നെ ബുധനും അനുകൂലമാണ്. അപ്പോൾ ബുധനും വ്യാഴവും ശുക്രനും അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക്
ബൗദ്ധിക മേഖലയിൽ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാകും. അത് ആ രംഗങ്ങളിൽ ഇവർക്ക് ധനവരവ് കൂടിയിരിക്കും. ചന്ദ്രൻ അനുകൂലമാണ്. അപ്പോൾ അത് തന്നെ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ്. അപ്പോൾ ഇവർക്ക് ദേഹസുഖം, മനസ്സുഖം ഒക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അസ്വസ്ഥതകൾ, ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നത് മാറിത്തുടങ്ങും. ഇനി മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് ശനിയും വ്യാഴമൊക്കെ പ്രതികൂലമാണ്. എന്നാൽ തന്നെയും അതുപോലെ തന്നെ സൂര്യനും ബുധനും വ്യാഴവും ലഗ്നത്തിൽ നിൽക്കുന്നു. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. എങ്കിലും ഇവർക്ക് 5 ഗ്രഹങ്ങൾ പ്രധാനമായിട്ടും ചൊവ്വ, രാഹു തുടങ്ങിയവ അനുകൂലമാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇവർക്ക് നേട്ടമുണ്ടാവും. അതായത് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. അതുവഴി ധനവരവുണ്ടാവും. പൂർവിക സ്വത്ത് ലഭിക്കാം. പൂർവിക സ്വത്തിൽ നിന്ന്, കൃഷിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കാം. അതുപോലെ ഭാഗ്യപരീക്ഷണങ്ങളിൽ ഇവർക്ക് സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്. സൂര്യനും വ്യാഴമൊക്കെ ലഗ്നത്തിൽ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ഈ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുമെങ്കിലും ചന്ദ്രനും ചൊവ്വയും ഇവിടെ അനുകൂലമായതുകൊണ്ട് കുറച്ചൊക്കെ അതിൽ നിന്ന് മാറ്റമുണ്ടാവും. എങ്കിലും ശനി ഇവിടെ കണ്ടക ശനിയാണ് കർമ്മഭാവത്തിൽ. അപ്പോൾ ശനിയാഴ്ച തീർച്ചയായിട്ടും ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പൊതുവെ മിഥുനം രാശിക്കാർക്ക് ഗുണാധിക്യമാണ്. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയ, ആയില്യം. കർക്കിടകം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. കാരണം ഒരു ഗ്രഹം പോലും ഇവർക്ക് ഇപ്പോൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടില്ല. അതുമാത്രമല്ല, സൂര്യനും ബുധനും വ്യാഴവും ഒരുമിച്ച് 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, പണമിടപാടുകൾ കഴിവതും ഈ ദിവസങ്ങളിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതുപോലെ തീർച്ചയായിട്ടും ഇവർ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ബുധനാഴ്ച കൃഷ്ണൻ അമ്പലത്തിൽ, അതുപോലെ തന്നെ ആഴ്ചയിൽ 7 ദിവസവും എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ, ദർശനമെങ്കിലും നടത്തുക. അഷ്ടമത്തിലാണ് രാഹു നിൽക്കുന്നത്, അതിനാലാണ് അത് പറയുന്നത്. പൊതുവെ ഇവർക്ക് ക്ഷേത്രദർശനം, മന്ത്രജപങ്ങൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതുപോലെ ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ദോഷാധിക്യം മറികടക്കാൻ പറ്റും. ഇനി ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം ആദ്യപാദം. ചിങ്ങം രാശിക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അഷ്ടമത്തിൽ ചന്ദ്രനും ശനിയും നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, അതുപോലെ എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. എങ്കിലും ഇവർക്ക് വ്യാഴം അനുകൂലമാണ്. ബുധൻ, സൂര്യൻ ഇവ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതുവഴി നേട്ടമുണ്ടാവും. എങ്കിലും ക്ഷേത്ര ദർശനം ഒഴിവാക്കാൻ പാടില്ല. ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് ഈ 11ാം ഭാവത്തിലെ
സൂര്യൻ്റെയും ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ഒരുമിച്ചുള്ള ആ അനുഗ്രഹം തീർച്ചയായിട്ടും ഇവർക്ക് നേടാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം. എങ്കിലും 5 ഗ്രഹങ്ങളുടെ ഒരു പ്രതികൂലാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് ഈ 11ാം ഭാവത്തിലെ രവി ബുധ യോഗം, അതുപോലെ തന്നെ ബുധ ഗുരു യോഗം, ഇതൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിയും. തീർച്ചയായിട്ടും ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുണ്ട്. എങ്കിലും ശനിയും ചൊവ്വയും പ്രതികൂലമാണ്. അപ്പോൾ നമ്മൾ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 6 ഗ്രഹങ്ങൾ അനുകൂലമാണ്. പ്രത്യേകിച്ച് സൂര്യനും ബുധനും ഇവർക്ക് അനുകൂലമാണ്. 10ാം ഭാവത്തിൽ കർമ്മഭാവത്തിൽ സൂര്യനും ബുധനും അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് തൊഴിൽ രംഗങ്ങളിൽ തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. എങ്കിലും അതുവഴി ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. അതുപോലെ തന്നെ സർപ്പവും ശിഖിയും ഒക്കെ അനുകൂലമാണ്. അപ്പോൾ അതുപോലെ തന്നെ ശുക്രനും അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം ഉണ്ടാവാം. പൂർവിക സ്വത്ത് ലഭിക്കാം. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് ധനവരവ് ഉണ്ടാവും. കന്നിരാശിക്ക് പൊതുവെ ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി തുലാം രാശി, ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവിടെ ഒരു ഗ്രഹം പോലും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടില്ല. അപ്പോൾ തുലാം രാശിക്കാർ ബോധപൂർവം, വിവേകപൂർവം, ബുദ്ധിപൂർവം, കൗശലപൂർവം ഈ അവസരം ഉപയോഗിക്കുക. അതായത് ഇവർക്ക് 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുണ്ട്. ശനി, വ്യാഴം, ചൊവ്വ, രാഹു, കേതു ഇതെല്ലാം അനുകൂലമാണ്. ചന്ദ്രനും ഇവിടെ അനുകൂലമാണ്. മീനം രാശിയിൽ അനുകൂലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പൂർവിക സ്വത്ത് ലഭിക്കാം. ഇവർക്ക് നേട്ടങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ പ്രതീക്ഷിക്കാം. കാരണം പ്രധാനമായിട്ട് ഞങ്ങൾ എടുത്ത് പറയുന്നത് ഒരു ഗ്രഹവും ഇപ്പോൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമില്ല. അപ്പോൾ 6 ഗ്രഹങ്ങൾ അനുകൂലവുമാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം തന്നെ ഇവർക്ക് അനുകൂലവുമാണ്. അപ്പോൾ ഏറ്റവും അനുകൂലമായിട്ടുള്ള ഈ സന്ദർഭം ഇവർ കൗശലപൂർവ്വം ഉപയോഗിക്കുക. ക്ഷേത്ര ദർശനം മുടക്കരുത്. നല്ല കാലമെന്ന് പറഞ്ഞ് വീട്ടിൽ കിടന്ന് ഉറങ്ങിയതൊന്നും കാര്യം നടക്കത്തില്ല. നിർബന്ധമായിട്ടും ക്ഷേത്ര ദർശനം, മന്ത്രജപങ്ങൾ, അതുപോലെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതുപോലെ തന്നെ ദാനധർമാദികൾ ഇവയെല്ലാം ചെയ്ത് അനുഷ്ഠിച്ച് ഈശ്വരൻ്റെ കൃപയോടെ ഈശ്വരൻ്റെ അനുഗ്രഹം നേടി ഈ ഇത്രയും അനുകൂലമായിട്ടുള്ള ഒരവസ്ഥ നേട്ടങ്ങൾ കൊയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. വ്യാഴം അനുകൂലമാണ്. 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നേട്ടങ്ങളാണ്. സർവ്വവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ. അതുപോലെ തന്നെ ശനി അനുകൂലമാണ്. 6ാം ഭാവത്തിൽ ചന്ദ്രനും അനുകൂലമാണ്. അപ്പോൾ ഇവർക്ക് സാങ്കേതിക മികവ് കൊണ്ട് ഇവർക്ക് അത്ഭുതങ്ങൾ, വിസ്മയങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുന്ന അവസരമാണ്. ഇവർ ഏർപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും ഏത് ചെറിയ കാര്യത്തിന് പോലും തീർച്ചയായിട്ടും വിജയസാധ്യത എപ്പോഴും നിലനിൽക്കുകയാണ്. ഓരോ നിമിഷവും നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളുടെ കാലമാണ്. അപ്പോൾ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഈ സമയങ്ങളിലെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഇവിടെ ചന്ദ്രനും കൂടി അനുകൂലമാണ്. മീനം രാശിയിൽ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ 20ാം തീയതി കഴിഞ്ഞിട്ട് മേടം രാശിയിൽ ചന്ദ്രൻ വരുമ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ബുദ്ധിപൂർവം, വിവേകപൂർവം ഈ അവസരങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇപ്പോൾ മാത്രം ഈ 19, 20 മാത്രമല്ല, 21, 22 ഒക്കെ നല്ല ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട.
വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. പ്രതികൂലമായിട്ട് സൂര്യനും വ്യാഴവും നിൽക്കുന്നു. അഷ്ടമത്തിലാണ് സൂര്യനും വ്യാഴവും. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ചൊവ്വയും ബുധനുമൊക്കെ അനുകൂലമാണ്. എങ്കിലും പൊതുവെ ഭൂരിപക്ഷം ഗ്രഹങ്ങളും ഗുണദോഷ സമ്മിശ്രമാണ്. അപ്പോൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഞങ്ങൾ പറയുന്നത്. നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതുപോലെ തന്നെ കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും. ബൗദ്ധിക മേഖലയിലും ഇവർക്ക് നേട്ടമുണ്ടാവും. പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാട, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ശനി പ്രതികൂലമായിട്ട് നിൽക്കുന്നു. കണ്ടക ശനിയാണ്. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. വ്യാഴം അനുകൂലമാണ് 7ാം ഭാവത്തിൽ. അപ്പോൾ ബന്ധങ്ങൾ സുദൃഢമാവും. അതെല്ലാ തരത്തിലുള്ള, പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം സുഖകരമാവും. അതുപോലെ തന്നെ ഇവർക്ക് രാഹു അനുകൂലമാണ്. അപ്പോൾ പൂർവികരുടെ അനുഗ്രഹം കിട്ടും. പിന്നെ ഈ ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ നേട്ടമുണ്ടാവും. ശുക്രനും വ്യാഴവും പ്രധാനമായിട്ട് ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ബന്ധങ്ങൾ സുദൃഢമാവും, ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുവഴി ഇവർക്ക് പുതിയ സുഹൃത്തുക്കളെ കിട്ടും. അപ്പോൾ അത് ഉടനല്ലെങ്കിലും ഭാവിയിൽ അവർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. തീർച്ചയായിട്ടും ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇത് ഗുണാധിക്യമുള്ള ദിവസങ്ങളായി മാറ്റിയെടുക്കാൻ പറ്റും. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് വ്യാഴവും ചൊവ്വയും പ്രതികൂലമാണ്. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് സൂര്യനും ബുധനും 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ അവിടെ പ്രതികൂലമായിട്ട് വ്യാഴവുമുണ്ട്. എങ്കിലും ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ മിഥുന മാസം മുഴുവൻ ഇവർക്ക് നേട്ടമായിരിക്കും. തൊഴിൽ ലാഭം, അതുപോലെ തന്നെ സന്താന ഗുണം, അതുപോലെ തന്നെ പിതൃഗുണം, ഇതെല്ലാം ഇവർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ്. അതുപോലെ ശുക്രനും ശനിയും അനുകൂലമാണ്. അപ്പോൾ ഇവർ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് വിജയസാധ്യത നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ ഈ ശനിയുടെ ഗുണം കൊണ്ട് ഇവർക്ക് സാങ്കേതിക രംഗങ്ങളിൽ മികവ് പ്രകടിപ്പിക്കാൻ പറ്റും. അതുവഴി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ശുക്രൻ അനുകൂലമാണ്. അതുപോലെ തന്നെ സൂര്യനും അനുകൂലമാണ്. അപ്പോൾ പിതൃ സ്വത്ത് വഴി നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. പൊതുവെ ഇവർക്ക് ചന്ദ്രനും അനുകൂലമായതിനാൽ ദേഹസുഖം, മനസ്സുഖം, കുറച്ച് മാനസിക ശാരീരിക അസ്വസ്ഥതകളൊക്കെ നീങ്ങിത്തുടങ്ങും. ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഇവിടെ ശനി, ചൊവ്വ, സർപ്പം ഇവ പ്രതികൂലമാണ്. പാപഗ്രഹങ്ങൾ പ്രതികൂലമാണ് 3 അപ്പോൾ അത്യാവശ്യം ഗുണദോഷ സമ്മിശ്രമെന്ന് നമുക്ക് പറയാമെങ്കിലും അത്യാവശ്യം ദോഷാദിക്കുള്ള സമയങ്ങളാണ്. ശനിയാഴ്ച നിർബന്ധമായിട്ടും വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അതുപോലെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ ദർശനം നടത്തുക. പിന്നെ ഇവർക്ക് വ്യാഴം അനുകൂലമാണ്. 5ാം ഭാവത്തിൽ വ്യാഴം അനുകൂലമാണ്. ക്ഷേത്ര ദർശനം നടത്തി ഈശ്വരന് ഇഷ്ടപ്പെടുന്ന അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് തീർച്ചയായിട്ടും ഇവർക്ക് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. വ്യാഴം അനുകൂലമാണ് 5ാം ഭാവത്തിൽ. അപ്പോൾ പ്രേമകാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. ദാമ്പത്യ വിജയം, അതുപോലെ തന്നെ വിവാഹം
കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇവർക്ക് 7ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുകയാണ്. അപ്പോൾ അതിന് തടസ്സങ്ങൾ പലതുണ്ടാവും. അത് മറികടക്കാൻ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഈ 3 പാപഗ്രഹങ്ങളുടെ പ്രതികൂലാവസ്ഥ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നതുകൊണ്ട് നിർബന്ധമായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ ഇവർക്ക് അതെല്ലാം മറികടന്ന് ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. ഇനി മീനം രാശി, പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. കുറച്ച് കാലമായിട്ട് ഇവർക്ക് പ്രശ്നമായിരുന്നു. പക്ഷേ ഇപ്പോൾ മീനം രാശിക്ക് ബെറ്റർ ആയിട്ടുള്ള ടൈം വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ മിഥുനം രാശിക്കാർക്കും. മിഥുനം രാശിക്കാർക്കും ഈ പറയുന്നതൊക്കെ അല്പകാലം കുറച്ച് മാസങ്ങളായിട്ട് അവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ കാലയളവിൽ ഇപ്പോൾ അവർക്ക് ബെറ്ററായിട്ടുള്ള സമയം വന്നിരിക്കുകയാണ്. അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക. ഇവർക്ക് മീനം രാശിക്ക് ശനി പ്രതികൂലമാണ്, ജന്മശനിയാണ്. അതുപോലെ തന്നെ 12ാം ഭാവത്തിൽ വ്യയസ്ഥാനത്താണ് രാഹു. അപ്പോൾ ശനിയാഴ്ച ഇവർ ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഇവർക്ക് നേട്ടങ്ങൾ കുറേ ഉണ്ട്. ഇവർക്ക് 5 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ചന്ദ്രൻ, ശുക്രൻ, ബുധൻ, ചൊവ്വ, ശിഖി ഇവയെല്ലാം അനുകൂലമാണ്. 6ാം ഭാവത്തിൽ ചൊവ്വ അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ നിയമകാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള മാറ്റമുണ്ടാവും. അതുപോലെ തന്നെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ചയുണ്ടാവും. ശുക്രനും ബുധനും അനുകൂലമാണ്. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ചന്ദ്രൻ അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ അല്പം ദേഹാസ്വാസ്ഥ്യവും മനസ്സംഘർഷവും ഒക്കെ ഉണ്ടായിരുന്നത് മാറി നല്ലൊരു അവസ്ഥയിലേക്ക് വരും. പൊതുവെ ഇവർക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പ്രവചിക്കുന്നത്. ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം. 19/6/2025 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 9, 8, 6, 2 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 20/6/2025 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 9, 6, 5, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ബ്രഹ്മമുഹൂർത്തം നോക്കാം. 19, 20 തീയതികളിൽ രാവിലെ 4:32 AM മുതൽ രാവിലെ 5:20 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം 19, 20 തീയതികളിൽ. ഇനി അഭിജിത്ത് മുഹൂർത്തം നോക്കാം. 19-ാം തീയതി ഉച്ചയ്ക്ക് 12:02 PM മുതൽ ഉച്ചയ്ക്ക് 12:53 PM വരെ 19-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 20-ാം തീയതി ഉച്ചയ്ക്ക് 12:03 PM മുതൽ 12:53 PM വരെ 20-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം 19-ാം തീയതി ഉച്ചയ്ക്ക് 2:03 PM മുതൽ വൈകിട്ട് 3:38 PM വരെ 19-ാം തീയതി രാഹുകാലമാണ്. 20-ാം തീയതി രാവിലെ 10:53 AM മുതൽ ഉച്ചയ്ക്ക് 12:28 PM വരെ ആണ് 20-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, യാത്രകൾ ഒഴിവാക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ: 19-ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, 20-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ്, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.